മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷമാണോ ഈ എഴുത്തച്ഛൻ സമാജത്തിന്റെ പ്രവർത്തനത്തിലേക്ക് സജീവമാകണം എന്ന് തീരുമാനിക്കുന്നത്? അതെ അതെ, അതായത് ഞാൻ ആദ്യം തുടങ്ങിയത് എന്താ വെച്ചാൽ ഈ മാക്സ് പവർ സൊസൈറ്റി ഉണ്ടല്ലോ, അതെ, അതിൻ്റെ ഒരു ബഹുജൻ വെറൈറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എവിടെ തൃശ്ശൂർ. അപ്പം ഇത് ബഹുജൻ സമാജ് സെന്റർ ഫോർ ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് സൊസൈറ്റിയാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അത് പിന്നെ നോക്കിയപ്പോൾ അതിങ്ങനെ പ്രവർത്തിച്ചു. അങ്ങനെയാണ് VT രാജശേഖർ വന്ന് അതിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി നടത്തിയത്. അതേത് കൊല്ലത്താണ്? അത് 93-ലായിരിക്കണം നമ്മൾ. ഓക്കെ ഓക്കെ. അത് തൃശ്ശൂർ വന്നിട്ട് അത് ആ മീറ്റിംഗ് തന്നെ അപ്പോഴേക്ക് അതിന് മുമ്പ് വേറെ കാര്യമുണ്ട്. എനിക്ക് ഈ ഫോൺ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് അറിയാലോ. അറിയാം. അപ്പം ഞാൻ അറിയപ്പെടുന്ന ആൾക്കാരെ മുഴുവൻ ഫോൺ ചെയ്യും. അതിൽ ആരെയും മേക്കാൻ്റണിയും എല്ലാവരെയും ഞാൻ ഫോൺ ചെയ്യും. അവർ ഡിസ്റ്റർബ് ചെയ്യും ശരിക്കും. VT രാജശേഖരനെ അങ്ങനെ നിരന്തരമായി വിളിച്ചു. അപ്പം അങ്ങനെ വിളിച്ചിട്ട് ഞാൻ VT ആയിട്ട് നല്ല ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ അപ്പം അങ്ങനെ ഞാനൊരു ചെറിയ നിങ്ങൾ കണ്ടല്ലോ നമ്മളെങ്ങനെ എഴുതാന്ന് പറഞ്ഞില്ല. ദളിത് വോയിസിൽ എപ്പോഴും സാറിന്റെ കുറിപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കുറിപ്പുകളുണ്ട്. അപ്പം അങ്ങനെ പരിചയപ്പെട്ടിട്ട് അങ്ങനെ വിളിച്ചു, തൃശ്ശൂർ ഒരു പരിപാടി വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സന്തോഷപൂർവ്വം സമ്മതിച്ചു. എന്നിട്ട് പരിപാടി വെച്ചു. എന്നിട്ട് PK ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടേ പണ്ടത്തെ ഒരു എക്കണോമിക്സ് ആൻഡ് ബ്യൂറോ സ്റ്റാറ്റിക്സിലെ ഡയറക്ടർ ഉണ്ടായിരുന്നു, കാട്ടൂരിലുണ്ടായിരുന്ന ആള്. അറിയില്ലേ? PK ഗോപാലകൃഷ്ണൻ എന്നിട്ട് നാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. അങ്ങനെ ഉദ്ഘാടനത്തിന് വിളിച്ചു. അപ്പം ഞാൻ ഉണ്ടാക്കിയ സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് ഡോക്ടർ PK സുകുമാരൻ, ഞാൻ സെക്രട്ടറി. പിന്നെ കുറേ നമ്മൾ ദളിത് ബഹുജനിലെ പ്രൊഫഷണൽസിനെയാണ് ഉദ്ദേശിച്ചത്. ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മാറ്റം വരുത്താൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രൊഫഷണൽസ് വന്നിട്ടും കാര്യമൊന്നുമില്ല. വരുന്നുണ്ടായിരുന്നു, അവർ മീറ്റിങ്ങിൽ വന്ന് കാപ്പ് കുടിച്ച് പോവും, നല്ല ഭക്ഷണം കഴിച്ച് പോകും എന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ കോൺസ്റ്റിറ്റ്യുവൻസി ചെറുതാക്കാൻ തീരുമാനിച്ചു, മണ്ഡൽ കമ്മീഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എത്ര ഇഴുവരുടെ ഇടയിൽ പ്രവർത്തിച്ചാൽ ഇഴുവരുടെ ഒരു സപ്പോർട്ടിനൊരു മിനിമുണ്ട്. ദളിതുകളുടെ ഇടയിൽ എത്ര പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. അത് നമ്മുടെ ഐഡൻറ്റിറ്റി, നമുക്കൊരു കാസ്റ്റ് ഐഡൻറ്റിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് അന്ന് തന്നെ ഈ പ്രായോഗിക തലത്തിൽ മനസ്സിലായിട്ട്, തിയററ്റിക്കലൊന്നും ആയിട്ടല്ല. അപ്പോൾ ഞാൻ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എഴുത്തച്ഛൻ, നമ്മുടെ കമ്മ്യൂണിറ്റി അതല്ല, അതും അതിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അതിനൊരു മുഖ്യധാര സംഘടനയൊക്കെ ഉണ്ടായിരുന്നു. ആ ഓഫീസ് എന്ന് പറയുന്ന ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ അന്നും. അപ്പോൾ ഞങ്ങൾ യോജിച്ചു. എന്നിട്ട് അവരായിട്ടുള്ള ഫൈറ്റ്. 2 സംഘടന ഉണ്ടായിരുന്നു. ഞാൻ വേറെ സംസ്കാര എഴുത്തച്ഛൻ കൾച്ചറൽ ക്ലബ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കുക ചെയ്തത്. സംസ്കാര എഴുത്തച്ഛൻ കൾച്ചറൽ ക്ലബ്. ആ സംഘടന കുറച്ചു കാലം പ്രവർത്തിച്ചു. അത് 94 ഡിസംബറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അഖില കേരള എഴുത്തച്ഛൻ സമാജം എന്ന് പറഞ്ഞ വേറൊരു സംഘടന നേരത്തെ ഉണ്ടായിരുന്നു. പണ്ടേ സംഘടന. അതിന് ബദലായിട്ട് സാറ് ഉണ്ടാക്കിയത്. ഞാനൊരു തിരുത്തൽ പ്രസ്ഥാനം ആരംഭിച്ചു. അതിൻ്റെ ഒരു തിരുത്തലായിട്ട് പാലക്കാട്ട് അവിടുത്തെ കുറേ ആൾക്കാർ കൂടി എഴുത്തച്ഛൻ സർവീസ് സൊസൈറ്റി ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടി യോജിച്ചു. അത് യോജിച്ചിട്ട് ഒരു ജോയിൻ്റ് ആയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അത് എന്നിട്ട് മത്സരിച്ച പ്രവർത്തനമാണ്. അപ്പം മീഡിയ സ്വാധീനം ഉണ്ടായിരുന്നല്ലോ. അവർക്കുണ്ട് മീഡിയ, അവർ മെയിൻ സ്ട്രീം സംഘടന എന്നുള്ളതായിരിക്കും. പക്ഷെ എൻ്റെ സ്വാധീനം വെച്ചിട്ട് കൂടുതൽ പരിപാടികൾ വൈവിധ്യം നടത്തിക്കൊണ്ടും പിന്നെ ഐഡിയോളജിക്കലായിട്ടുള്ള ചില ബാക്ക്ഗ്രൗണ്ട് എനിക്കല്ല ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് വിഷമിച്ചു പോയി അതിൽ. എന്നിട്ട് അവസാനം ആ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ എങ്ങനെയാ വെച്ചാൽ അവിടെ ഞങ്ങൾ കുഴപ്പമുണ്ടാക്കാനായിട്ട് നോക്കി. കുഴപ്പമുണ്ടാക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, TG രവി, അങ്ങനെ ഇതിലുണ്ട്, സമാജത്തിലുണ്ടെങ്കിലും പ്രസംഗിക്കാൻ വരുമല്ലോ. പിന്നെ കുറച്ചൊരു ഫണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ട് ട്രസ്റ്റൊക്കെ. അങ്ങനെ എൻ്റെ ഭാഗത്തായി. പിന്നെ ഡോക്ടർ VK ലക്ഷ്മണകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു സമാജത്തിൽ BR കൃഷ്ണന്റെ മകനാണ്, ഡോക്ടറാണ്, മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. അങ്ങനെ ഞങ്ങളുടെ ഇടയ്ക്ക് വന്നു. അതുപോലെ വേറൊരു ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു, CK പ്രഭാകരൻ, ഒക്കെ പരിചയക്കാരന്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, VT രാജശേഖരനായിട്ടുള്ള ബന്ധമാണ് നമ്മളിങ്ങനെ മാറ്റിയത് ഭയങ്കരമായിട്ട്. പിന്നെ അംബേദ്കർ വാക്സ് വായിച്ചു തുടങ്ങി. അതെ. അല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പിന്നാക്ക സമുദായ സംഘടനകളുമായിട്ടൊക്കെ വളരെ സജീവമായിട്ട് SNDP യോഗത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളായതുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് നിരവധി പിന്നാക്ക സമുദായങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളെന്നുള്ള രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് പിന്നാക്ക സമുദായ സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ എഴുത്തച്ഛൻ സമാജം പലപ്പോഴും ഒരു ശക്തമായ ഒരു അവർണപക്ഷ നിലപാട്, സംഘപരിവാർ വിരുദ്ധ നിലപാട്, അതോടൊപ്പം തന്നെ ശക്തമായ ഒരു മുസ്ലിം അനുകൂല നിലപാട് തുടക്കം മുതൽ എടുത്തു പോന്നിട്ടുള്ള ഒരു സംഘടനയാണ്. മറ്റൊരു പിന്നോക്ക സമുദായ സംഘടന സംബന്ധിച്ചും അത്ര ശക്തമായൊരു നിലപാട് എടുത്തില്ല. വിശേഷിച്ചും ഈ പല സംഘടനകളും പലപ്പോഴും ഇസ്ലാമോഫോബിക് ആയി തന്നെ നിൽക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എഴുത്തച്ഛൻ സമാജത്തിന് ഇങ്ങനെ ആകാൻ കഴിഞ്ഞത് എനിക്ക് തോന്നുന്നത് സാറിന്റെ തന്നെ സാന്നിധ്യമാണെന്നാണ് കരുതുന്നത്. എൻ്റെ മാത്രമല്ല, പിന്നെ അഡ്വക്കേറ്റ് സുരേഷ്. അതെ, അഡ്വക്കേറ്റ് സുരേഷും അതുപോലെ തന്നെ കുറേ ആൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു സാറിന്റെ ഒരു ഐഡിയോളജിക്കൽ ലീഡർഷിപ്പിൽ അഡ്വക്കേറ്റ് സുരേഷിനെ പോലെയുള്ള കുറേ ഒരു നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നു സാറിന്റെ ഈ
ഈ അംബേദ്കർ സാഹിത്യവും ദളിത് വോയിസുമായിട്ടുള്ള ബന്ധപ്പെടുന്ന VT രാജശേഖറാണ് എൻ്റെ മെന്റർ. VT രാജശേഖറാണ് നമ്മുടെ മെന്റർ. നിങ്ങളുടെയും മെന്റർ VT രാജശേഖരനാണ്. ഞാനും VT രാജശേഖർ ഇന്ത്യാസ് മുസ്ലിം പ്രോബ്ലം എന്നൊരു പുസ്തകത്തിലൂടെയാണ് വാസ്തവത്തിൽ മുസ്ലിം പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ പഠിക്കാൻ ആരംഭിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വാധീനം അക്കാര്യത്തിൽ എനിക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്. ആകെ ചെറിയ വ്യത്യാസമുള്ളത് ഞാനിങ്ങനെ നിരന്തരമായി ഫോൺ ചെയ്യാറുണ്ട്, നിങ്ങളങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. മുസ്ലിംസ് സംഗതി ശരിയാണ്. അങ്ങനെ നമ്മൾ പണ്ട് അങ്ങനെ ഈ കാൻഷ്രാമായിട്ട് വലിയ അടുപ്പായിരുന്നല്ലോ. കാൻഷ്രാം ആയിട്ട് ഇങ്ങനെ കാൻഷ്രാമിൻ്റെ മീറ്റിങ്ങിൽ ഇങ്ങനെ പോയി പ്രസംഗിക്കാറുണ്ട്. അല്ല സാറ് അത് പറഞ്ഞപ്പോഴാണ്, കാൻഷ്രാമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സാറ് BSPയുമായിട്ടും കുറെ സഹകരിച്ച് BSPക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അനുഭവങ്ങളൊന്ന് പറയാമോ? BSPയുമായിട്ടുള്ള ഒരു BSP എന്ന് പറഞ്ഞാൽ നമുക്ക് UP ബീഹാർ, അതാണ് നമ്മളെ ഏറ്റവും വലിയ ലാലു പ്രസാദ് യാദവ്, മുലായം സിംഗ് യാദവ്, കാൻഷ്രാം. അല്ല സാറ് എങ്ങനെയാണ് അവരുമായിട്ടുള്ളൊരു സാറിൻ്റെ ഒരു ബന്ധം എങ്ങനെയാണ്? അവരായിട്ട് എനിക്ക് കാൻഷ്രാമായിട്ട് ഞാൻ ദളിത് ഒരു ബഹുജൻ സ്റ്റഡീസ് നിങ്ങൾ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തില്ലേ, SK വിശ്വാസ് അങ്ങനെ സംഘടിപ്പിച്ച SK വിശ്വാസ് അല്ലേ, ആ ദളിത് സ്റ്റഡി സെമിനാറിന് ഞാൻ ഡൽഹിക്ക് പോയിരുന്നുണ്ടല്ലോ. അന്നാണ് ഞാൻ കാൻഷ്രാമിൻ്റെ പ്രസംഗം ആദ്യമായിട്ട് കേട്ടത്. കാൻഷ്രാമിൻ്റെ പ്രസംഗത്തിൽ എനിക്ക് എന്നെ സ്വാധീനിച്ച ഇപ്പോഴും ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ദളിത് ഇൻ്റലക്ച്വൽസൊക്കെ എപ്പോഴും ഇങ്ങനെ ഹിസ്റ്ററി പറയല്ലോ. ബുദ്ധിസം 2000 കൊല്ലത്തെ കാര്യം, ഇന്ത്യ ബുദ്ധിസ്റ്റ് രാജ്യമായിരുന്നു. 1000 കൊല്ലം ബുദ്ധിസ്റ്റുകളാണ് ഭരിച്ചത്. പിന്നെ 800 കൊല്ലം മുസ്ലിംസ് ഭരിച്ചു, 200 കൊല്ലം ക്രിസ്ത്യാനികൾ ഭരിച്ചു, ബ്രിട്ടീഷുകാർ, അങ്ങനെയൊക്കെ പറയല്ലോ. അങ്ങനെ പറഞ്ഞു ഒരു രാജ്യത്തിൻ്റെ, നമ്മുടെ എവിടെയായാലും ഒരു രാജ്യത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ സാമൂഹ്യ അവസ്ഥയുണ്ടല്ലോ, അതൊരു 600 കൊല്ലത്തെ പാസ്റ്റായിട്ട് മാത്രമാണ് കണക്ഷൻ ഉള്ളത്, ശരിക്കും കണക്ഷൻ ഉള്ളത്, ഓർഗാനിക് കണക്ഷൻ ഉള്ളത്. ആ കണക്ഷൻ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അല്ലാണ്ട് 2000 കൊല്ലം പറഞ്ഞ കാര്യമില്ല. അത് മനസ്സിലായില്ല. അതെനിക്ക് വളരെ ബോധ്യപ്പെട്ടു. ശരിക്കും ഒരു 600 കൊല്ലത്തെ പാസ്റ്റ് ആണ് ശരിക്കും നമ്മൾ പഠിച്ചിട്ട് അതൊന്ന് ലെസൺസ് ഉൾക്കൊള്ളുണ്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. അല്ല, കേരളത്തിലെ BSP പ്രവർത്തനങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അതുണ്ട്. സുരേഷ് മാന പ്രസിഡന്റ് ആയിരിക്കും, എൻ്റെ കോർഡിനേറ്റർ ആയിരിക്കുമ്പോൾ ഞാൻ നിരന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പോവുകയും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തെയും ഇങ്ങനെ ഫോൺ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ മീറ്റിങ്ങിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് കാഡേഴ്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ. ഒരു 75 VR കൃഷ്ണൻ എഴുത്തച്ഛൻ ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ എൻ്റെ അച്ഛൻ്റെ ഒക്കെ ഒരു ഗുരുവായിരുന്ന ആള്. ഗുരുവല്ല, അച്ഛൻ്റെ സഹപ്രവർത്തകനും, അച്ഛൻ മെൻറ്ററാണ് അച്ഛൻ്റെ എല്ലാ രാജ്യം. അച്ഛൻ്റെ അവരുടെയൊക്കെ ഒരു സ്ലൈവ് പോലെയാണ് അച്ഛൻ. അപ്പോൾ അദ്ദേഹം കുറേ ഈ സജീവ പൊളിറ്റിക്സ് എന്നൊക്കെ, അങ്ങനെ ജില്ലാ പങ്ക് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അവണിശ്ശേരിയിൽ ഒരു മാറ്റങ്ങൾ വരുത്തണം എന്ന് വിചാരിച്ചിട്ട്, അന്ന് സ്വന്തം നാടല്ലേ, അവണിശ്ശേരിയിൽ പൈസക്കാരുമില്ല, ഒരു വളരെ പുവർ ഏരിയ ആയിട്ട് തോന്നിയിട്ട് അങ്ങനെ ഒരു ഗ്രാമവികസന സമിതി ഉണ്ടാക്കി. അപ്പോൾ ഗ്രാമവികസന സമിതി ഉണ്ടാക്കിയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രാമവികസന സമിതിക്ക് ഒരു പഞ്ചായത്ത് ഉണ്ടാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം വെച്ചാൽ ഈ അവണിശ്ശേരിയിലുള്ള കുറേ എഴുത്തച്ഛന്മാരുള്ള സ്ഥലമാണ്, കുറച്ചൊന്നുമില്ല അവിടെ. അപ്പോൾ നോക്കണേ ഒരു 15% എഴുത്തച്ഛന്മാരനെ ഉണ്ടാവില്ല. അതിൻ്റെ തൊട്ടടുത്ത പാലിശ്ശേരി ഉണ്ട്, അവിടെ ഒരു 10% എഴുത്തച്ഛന്മാരുണ്ട്. എങ്കിലും ഈ കോപ്പറേറ്റീവ് ഫീൽഡിലും പൊളിറ്റിക്കൽ ഫീൽഡിലും എഴുത്തച്ഛന്മാർക്ക് കുറച്ചൊരു സ്വാധീനം ഉണ്ടായിരുന്നു അവിടെ. സകല സൊസൈറ്റികളുടെയും അതുപോലെ പാർട്ടികളുടെയും. അതിലെ ഇടതുപക്ഷത്തിന് കൂടുതലും എഴുത്തച്ഛന്മാർ അധികം ഉണ്ടായിരുന്നില്ല, എങ്കിലും ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പഞ്ചായത്ത് വേണം എന്ന് തോന്നിയിട്ട്, അപ്പോൾ എഴുത്തച്ഛന്മാർക്ക് പ്രോമിനൻസ് വരണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റൊന്നും ആവുന്നില്ല ഞങ്ങളുടെ ആൾക്കാർ. അപ്പോൾ ഞാൻ അത്ര അങ്ങോട്ട് എഴുത്തച്ഛനായിട്ടും ഇല്ലായിരുന്നില്ല എന്നൊന്നും, അല്ല 75-ലാണ്. അപ്പം നമ്മൾ ഈ മണ്ഡലിനൊക്കെ മുമ്പാണ്. അപ്പോൾ അതിനൊരു പഞ്ചായത്ത് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ, അവണിശ്ശേരി പാലിശ്ശേരി പഞ്ചായത്ത്. അപ്പോൾ 2 പഞ്ചായത്തിൽ ഒന്ന് വല്ലച്ചിറ പഞ്ചായത്തുണ്ട്, അത് നായർ ഡോമിനേറ്റഡ് ആണ്. ഈ പാർലം പഞ്ചായത്ത് ഈ ക്രിസ്ത്യൻ നസ്രാണി ഡോമിനേറ്റഡ് ആണ്. ഇതുണ്ടാക്കാൻ വന്നപ്പോൾ ഭയങ്കര എതിർപ്പായി. എല്ലാവരുടെ ഭാഗത്തും, നായന്മാരുടെ ഭാഗത്തും എതിർപ്പ്, ക്രിസ്ത്യാനികളുടെ ഭാഗത്തും എതിർപ്പ്. അപ്പോൾ അവർ പറയണത്, കളിയാക്കി പറഞ്ഞത് വെച്ചാൽ എന്താ വെച്ചാൽ, അപ്പോൾ VR കൃഷ്ണൻ എഴുത്തിച്ച ഗ്രാമവികസന സമിതി ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ചെയർമാനായി, പിന്നെ ഞാൻ സെക്രട്ടറി, പിന്നെ വേറെ മരിച്ചുപോയ 2 ആൾക്കാരുണ്ടായിരുന്നു, അവരാണ് 3 സെക്രട്ടറിമാരായിരുന്നു. എങ്കിലും പ്രിൻസിപ്പൽ സെക്രട്ടറി ഞാൻ തന്നെയായിരുന്നു. അതിൻ്റെ പ്രവർത്തനപരമായിട്ടാണ് 2-3 കൊല്ലം പ്രവർത്തിച്ചുകൊണ്ട് അവണിശ്ശേരി പഞ്ചായത്ത് ഫോം ചെയ്തത്. അപ്പോൾ ഈ പഞ്ചായത്ത് ഉണ്ടാക്കുമ്പോൾ എതിർപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളിൽ കുറച്ച് തമാശയുണ്ട്. അവർ പറഞ്ഞത്, അപ്പോൾ ഈ നായന്മാരൊക്കെ പറഞ്ഞത് വെച്ചാൽ, ഈ ചില ആൾക്കാർ രാജ്യം ചോദിക്കുന്നു, പഞ്ചാബിലുള്ള സിഖുകാർ രാജ്യം ചോദിക്കുന്നുണ്ട്, വേറെ ചില ആൾക്കാർ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്, എഴുത്തച്ഛന്മാർ പഞ്ചായത്ത് ചോദിക്കുന്നുണ്ട്. അത് മതി എന്ന് പറഞ്ഞു, എഴുത്തച്ഛന്മാർക്ക് അത്ര മതി എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു നായർ ഡോമിനേഷൻ, 25 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു വല്ലച്ചിറയിലുണ്ടായിരുന്ന ഒരു നായർ പ്രമാണി ഉണ്ടായിരുന്നു. നായർ പ്രമാണിയൊന്നുമല്ല, ഒരു സാധാരണക്കാരൻ തന്നെ.
അയാൾക്ക് ഇത് വന്നപ്പോഴാണ് അങ്ങേർക്കുള്ളത്. പക്ഷെ ഞങ്ങളത് ഈ VR കൃഷ്ണന്റെ സ്വാധീനം അന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് KK ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു, അറിയാം, ദളിത് മന്ത്രി. അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇടപെട്ടു അന്ന് മന്ത്രിയായിരുന്നപ്പോൾ ശക്തമായിട്ട്. അദ്ദേഹം ആദ്യം ഈ അവിടെ രവണിശ്ശേരി എന്ന് പറഞ്ഞാലേ വാർത്തയായിട്ട് അറിയപ്പെടുന്നത്. VR കൃഷ്ണന് ഒരു വീക്ക്നെസ് ഉള്ളത് അദ്ദേഹം ഒരു ഗാന്ധിയനാണെന്നുള്ളതാണ്. ഗാന്ധിയൻ എന്ന് പറഞ്ഞാൽ OBC ഗാന്ധിയനായാലും പോക്കാണ്, പിന്നെ ഫൈറ്റ് ചെയ്യില്ല. മനസ്സിലായോ? അതെനിക്ക് അതിൻ്റെ ദുരന്തം അറിയാം. OBC സവർണർക്ക് ആവാം, ഗാന്ധിയനാവാം. OBC ദളിതുകളും ഗാന്ധിയനാവാം എന്ന് പറഞ്ഞാൽ ദേ ആർ ഫിനിഷ്ഡ്. VR കൃഷ്ണനെ പോലെ അത്ര കഴിവുള്ള ഒരാൾ, എന്തൊരു നല്ല ഇംഗ്ലീഷാണെന്നറിയോ, എന്തൊരു നല്ല നോളജ് എന്നറിയോ, അത്രയും വലിയ എക്കണോമിസ്റ്റാണ് ആൾ. എന്നിട്ടെന്താ അങ്ങേർക്ക് ഒന്നും ആവാൻ പറ്റിയില്ല. മന്ത്രി പോലും ഒരു MLA പോലും കുറച്ച് കാലമായി. അങ്ങേര് ഒരു വലിയൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ, നെന്മാറ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരു സംസ്ഥാനത്തിലെ പകുതിയാണ് ആ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. എന്നിട്ട് അവിടെ MLA ആയി. വേറെ ആരും നിൽക്കണ്ടായിരുന്നില്ല, അപ്പോൾ അദ്ദേഹം നിർത്തി കുറച്ച് MLA ആയി. പിന്നെ അങ്ങനെ KPC പ്രസിഡന്റ് ആവാൻ പറ്റിയില്ല. പിന്നെ അങ്ങേരുടെ വൈഫും ഫാമിലിയും 5-8 പിള്ളേരുണ്ട് ആൾക്ക്. അപ്പോൾ അങ്ങേര് അവരെ പഠിപ്പിക്കേണ്ടതിന് വേണ്ടിയിട്ട് കുടുംബത്തിൻ്റെ ഒരു സ്വാധീനം ഉണ്ടല്ലോ. ഇപ്പം എൻ്റെയൊക്കെ സ്വാധീനം ഭയങ്കര സ്വാധീനമാണ്. ഇപ്പം എൻ്റെ വൈഫിൻ്റെ സ്വാധീനം, മക്കളുടെ സ്വാധീനമൊക്കെ ഉണ്ട്. പക്ഷേ ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇടപെട്ടാൽ സമ്മതിക്കില്ല എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് അദ്ദേഹം ഒരു നല്ല കഴിവുള്ള ആളായിരുന്നു. അങ്ങേര് പിന്നെ 1925 തന്നെ കൊച്ചിൻ കർഷക സഭ എന്ന് പറഞ്ഞിട്ട് ഒരു പെസൻസ് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് ഒരു ജാഥ നടത്തി. അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഈ മറ്റേ C. അച്യുതമേനോൻ. അങ്ങേര് പ്രസിഡന്റും C. അച്യുതമേനോൻ സെക്രട്ടറി ആയിരുന്നു. അത് എന്നിട്ട് ഒരു ജാഥ നടത്തിയിട്ടാണ് അന്ന് ഈ ഷൺമുഖം ചെട്ടി ഉണ്ടായിരുന്നില്ലേ, കൊച്ചി ദിവാൻ. ആ ഷൺമുഖം ചെട്ടിയുടെ ഒരു പാട്ടത്തിൻ്റെ ഒരു ലാൻഡ് ടെനൻസി ആക്ടിനെതിരായിട്ടായിരുന്നു ഒരു അത് ഇവിടുന്ന് തിരുവല്ലാമലയിൽ നിന്ന് നടത്തിയ പ്രക്ഷോഭം കൊച്ചി രാജേന്ദ്ര മൈതാനത്ത് വെച്ചിട്ടാണ് അത് അവസാനിച്ചത്. അത് ലാത്തിച്ചാർജൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ ഇൻഡിപെൻഡൻ്റൊക്കെ ലാത്തിച്ചാർജൊക്കെ ഉണ്ടായിരുന്നു. അതിലാണ് ആ ലാത്തിച്ചാർജ് പെട്ടിട്ടാണ് ഈ വക്കീൽ P. കുമാരൻ എഴുത്തച്ഛൻ്റെ ഒരു മകൻ മരിച്ചത്, P. ലക്ഷ്മൺ കുമാർ. അതോടുകൂടി അദ്ദേഹം വൈരാഗിയായി. അങ്ങേരുന്നിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് ഉപേക്ഷിച്ചു. 1962 മറ്റേ മകൻ, അദ്ദേഹത്തിന് എത്ര മക്കളാണ്? 3 മക്കളായിരുന്നു. ഒരെണ്ണം മറ്റേ VR വൈഫ് ലക്ഷ്മിബായി, പിന്നെ ഒരു മറ്റേ P. ലക്ഷ്മണകുമാർ. അങ്ങനെ നല്ല ബ്രില്യൻ്റായ ഒരാളായിരുന്നു, നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു. ഈ അച്ഛൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. അങ്ങേര് മരിച്ചു. പിന്നെ ഒരു ലക്ഷ്മൺ കുമാർ മേജർ ജനറലായി. മേജർ ജനറൽ എന്ന് പറഞ്ഞാൽ ചീഫിൻ്റെ താഴെയുള്ളത്. അപ്പോൾ അങ്ങേർക്ക് അതിനുശേഷം ഈ എഴുത്ത് സമാജം അനാഥായി. മനസ്സിലായോ? 40 അങ്ങേര് പോയോട് കൂടിയിട്ട് പിന്നെ VR കൃഷ്ണ എഴുത്തച്ഛന് സ്വാതന്ത്ര്യം കിട്ടിയോട് കൂടിയിട്ട് എല്ലാം കിട്ടിയെന്നായി. ഇനി നമുക്ക് ജാതി പാടില്ല എന്നൊക്കെ, അതൊക്കെ ഗാന്ധിയുടെ ഇൻഫ്ലുവൻസിലാണ്. അതോടുകൂടി അദ്ദേഹം എഴുത്ത് സമാജത്തിലെ പ്രസിഡന്റ് അദ്ദേഹം അത് പിരിച്ചുവിട്ടു. അതിൻ്റെ ഇൻഫ്ലുവൻസിലാണ് പെരിഞ്ചേരിയിൽ നമ്മൾ പറഞ്ഞ എഴുത്തച്ഛൻ യുവജന രക്ഷാസംഘം, ബാങ്കിൻ്റെ പതനവും ഈ സമാജത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാണ്ടായത്. അല്ല, അതെനിക്ക് തോന്നുന്നു സഹോദരനേപ്പനും അവസാന കാലഘട്ടത്തിലൂടെ നിലപാട് അങ്ങനെയായിരുന്നല്ലോ. ഈ അവസാന കാലം ഞാൻ പിന്നെ ഇടപെട്ടിട്ട് ഒക്കെ മാറ്റി. അപ്പം അങ്ങേര് എന്നോട് പറഞ്ഞു, അങ്ങേരുന്നിട്ട് അവസാന ആൾക്കാരോടൊക്കെ പറയാറുണ്ട്, ഞാൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടതൊന്നും ചെയ്തില്ല എന്നൊരു ബോധം എനിക്കിപ്പോൾ ഉണ്ടെന്ന്. ഇപ്പോഴാണ് ഉണ്ടായിട്ട് കാര്യം. അപ്പം ഞാൻ അദ്ദേഹം ഇതിൻ്റെ കൂടെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും. ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് വീടിൻ്റെ അടുത്തല്ലേ, അങ്ങേര് ചർച്ച ചെയ്യും. അപ്പം അങ്ങേര് ഈ അദ്ദേഹം യവണിശ്ശേരി ഐലൻഡാക്കിയിട്ട് വികസിപ്പിക്കാന്നുള്ള ധാരണയൊക്കെയാണ്. ഗാന്ധിയുടെ ഗ്രാമസ്വരാജ് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഐലൻഡാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രാമവികസന സമിതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൗത്യം കഴിഞ്ഞു. പിന്നെ ഞാൻ പിന്നെ അങ്ങേര് കൂടിയിട്ട്, അങ്ങേര് വലിയ കോപ്പറേറ്ററാണ്, സഹകാരിയാണ്. ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയൊക്കെ ദീർഘകാലം പ്രസിഡൻ്റായിരുന്ന ആളാണ്. പിന്നെ അവസാനം കോൺഗ്രസ്സുകാരൻ അങ്ങനെ പിടിച്ചു പാറ്റി. ഒരു പ്രാവശ്യം KP വിശ്വനാഥൻ പ്രസിഡൻ്റായി, വേറെ പ്രാവശ്യം ജോസ് താണിക്കൽ. അപ്പോൾ അങ്ങേര് പറഞ്ഞു, അങ്ങേരുടെയും വേറൊരാൾ അന്നൊരു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജറായിട്ടൊരു VK നാരായണൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു അടുത്തുള്ള ഒരാളുണ്ടായിരുന്നു. അങ്ങേരുടെ സ്വാധീനത്തിൽ ഞാൻ ഒരു 5-6 കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കി. ഒരു അവണിശ്ശേരി പവർലൂം കോപ്പറേറ്റീവ് സൊസൈറ്റി, പവർലൂം അല്ലേ, ഈ പാലക്കാട്, കോയമ്പത്തൂർ, ഈറോഡൊക്കെയുള്ള പവർലൂം. പിന്നെ ഒരു ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ചേന്നമംഗലം, പറവൂർ, അങ്ങനെയുള്ള കണ്ണൂരൊക്കെ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നോൺ ട്രഡീഷണൽ സെൻ്ററാണ്. ഒരു വീവർ പോലും അവിടെയില്ല. അവിടെ ഒരു അവണിശ്ശേരി, പെരിഞ്ചേരി ഹാൻഡ്ലൂം കോപ്പറേറ്റീവ് സൊസൈറ്റി. പിന്നെ ഒരു പ്രസ്, ഒരു കോപ്പറേറ്റീവ് പ്രസ്, വനിതാ പ്രസ്. പിന്നെ വേറെ ഒരെണ്ണം തുടങ്ങിയതാണ്, ടിമ്പർ വർക്കേഴ്സിൻ്റെ ഒരു സോമില്ലുമായിട്ട് ഒരെണ്ണം തുടങ്ങാൻ നോക്കിയത്, അതുണ്ടായില്ല. അങ്ങനെ 3 തുടങ്ങി. അപ്പോൾ അത് 3 ഈ ഒന്നാമത് കോപ്പറേറ്റീവ് സെക്ടർ തന്നെ സിക്കാണ്, ഇൻഡസ്ട്രിയൽ സീൻ സിക്കാണ്, നമ്മുടെ ലേബർ ഫോഴ്സും സിക്കാണ്. അവർക്ക് കാര്യങ്ങൾ അറിയില്ലല്ലോ.
അപ്പോൾ അതൊക്കെ ഫെയിലിയറായി. അതിൻ്റെയൊക്കെ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് ഇപ്പോഴും. 1 ഏക്കർ സ്ഥലമുണ്ട്, മറ്റോടത്ത് 40 സെൻറ്റ് സ്ഥലമുണ്ട്. അതൊക്കെ വിറ്റാൽ തന്നെ നല്ല അസറ്റ് ഉണ്ടാവും. അത് ഗവൺമെൻറ് അത് വേറെ ഒന്നിനും വേണ്ടി ഉപയോഗിക്കുന്നില്ല. പിന്നെ ഒരു പ്രസ് ഉണ്ടായിരുന്നു, അതും അതിന് സ്ഥലമുണ്ട്, അസറ്റൊക്കെ ഉണ്ട്, കടമൊന്നുമില്ല. കട ഉണ്ടായിരുന്നു ഒരെണ്ണത്തിന്. ഈ പവർലൂം കോപ്പറേറ്റീവ് 48 രൂപമാരുണ്ടാക്കി. അപ്പം ഞാനതൊക്കെ പഠിക്കണോണ്ട് എനിക്ക് എപ്പോഴും ഒരു സയൻസിനോടുള്ള ഒരു അഭിമുഖ്യം. കാരണം ടെക്നോളജിക്ക് എനിക്ക് കുറേശ്ശെ അറിയാം. നൂലിൻ്റെ കൗണ്ട് എന്താ അറിയാം, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. പിന്നെ ഹാൻഡ്ലൂം പഠിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരൊക്കെ പോയിട്ടുണ്ട്. മയിൽ ഇതൊക്കെ നാൾ പറഞ്ഞില്ലേ, നമ്മുടെ തളിപറമ്പിനടുത്ത് മയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ചിറക്കൽ ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്, അങ്ങനെ കുറേ കണ്ടിട്ട് അവിടെ നിന്നൊക്കെയാണ് ഈ തറികളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. തറികൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ, അതുപോലെ എരവത്തൊടി, കുത്താമ്പള്ളി, 50 തറികളാണ്. 50 തറികൾ ഹാൻഡ്ലൂം ഉണ്ടാക്കി അവിടെ വലിയൊരു കെട്ടിടം പണിതു. അത് എന്നിട്ട് അതിന് ഒരു NCDC ലോണല്ല അത്, എന്നിട്ട് ഏതൊരു ലോണൊക്കെ കിട്ടി. ആ ലോണൊക്കെ ഇട്ടിട്ട് സ്ഥലമൊക്കെ റെക്കോർഡ് വേഗത്തിൽ നടക്കും ഇത്. അത് ആൾക്കാരിനെ അത്ഭുതപ്പെടാറുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ അവിടെ പോയിട്ട് കൊടുങ്ങല്ലൂർ പോയിട്ട് ഇങ്ങനെ നടക്കുന്നത്? അത് നമ്മുടെ ഒരു ഊർജ്ജം കൊണ്ട്. അതായത് അന്ന് ആദ്യകാലത്ത് അതിന് ചെയ്യാനുള്ള കാരണമുണ്ട്. അത് നമ്മുടെ ആൾക്കാരിങ്ങനെ, ഞാൻ കോൺഗ്രസ്സിലായത് ഇപ്പം ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൾക്കാരുടെ പ്രശ്നം എനിക്കറിയാം, ഭയങ്കര ഭീകരമാണെന്നറിയാം. അവരിങ്ങനെ ഓരോന്ന് വന്ന് പറയും നമ്മൾക്ക് പവറിലില്ലാന്ന്. എനിക്ക് അന്ന് പവറിലുണ്ടെന്ന് തോന്നിയിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി ഒരു വട്ടപ്പൂജയായിരുന്നു, ഒരു പവറിലും ഇല്ലാന്ന്. അത് എന്നിട്ട് ഒരാളെ സഹായിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് തന്നെ നേരിട്ട് തന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സെക്ടറിലായിരുന്നു. അതനുസരിച്ചിട്ട് ഇത് അപ്പം അതൊക്കെ ഫെയിലിയറാണ്. ഹാൻഡ്ലൂം ഒന്നും നോൺ ട്രഡീഷണൽ സെന്ററിൽ ഒരിക്കലും വിജയിക്കാൻ പോകില്ല. ട്രഡീഷണൽ സെന്ററിൽ തന്നെ ഇപ്പൊ ചേന്നമംഗലത്തൊക്കെ അത് ഡീഫെക്റ്റ് ആണ്. എല്ലാ സ്ഥലത്തും കണ്ണൂരൊക്കെ ഡീഫെക്റ്റ് ആണ്. അപ്പൊ അത് അറിഞ്ഞുകൂടല്ലോ. അന്ന് അതൊക്കെ ചെയ്യുന്നത് 20-30 വയസ്സ് കഴിഞ്ഞിട്ട് 31-32 അപ്പൊ നമുക്ക് ഒരു എവിടെയും ജമ്പ് ചെയ്യാൻ തോന്നില്ലോ. പിന്നെ എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു വലിയ താല്പര്യമുണ്ട്. എന്ത് കാര്യത്തിൽ എക്സ്പെരിമെന്റ് ചെയ്യണം, ജീവിതം അങ്ങനെ എക്സ്പെരിമെന്റ് ആക്കുന്ന ആളല്ലേ. പിന്നെ എനിക്ക് ഈ ഇപ്പൊ ടെക്സ്റ്റൈൽ ടെക്നോളജി കുറെ പഠിച്ചു ഞാൻ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഒരാളെ ടെക്സ്റ്റൈൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ വെച്ചു, ഒരു പട്ടരെ വെച്ചു. അപ്പൊ ബ്രാഹ്മിൻസ് അവർ നോളജ് വേറെ ആൾക്ക് കൊടുക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കിട്ടി. അയാൾ 1000 രൂപയ്ക്ക് ഞാൻ വെച്ചിരുന്നു. 1000 രൂപ മാസം കൊടുത്തിരുന്നു പഠിക്കാൻ വേണ്ടി. പഠിക്കണ കാര്യങ്ങൾ പറ്റില്ല. എന്നിട്ട് ഞാൻ വേറെ എന്നൊക്കെ പോയിട്ട് പഠിക്കുക ചെയ്തത്. അപ്പോൾ ഈ ബ്രാഹ്മിൻസ് ഈ നോളജ് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്ന് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെ അത് തന്നെയാണല്ലോ വാസ്തവത്തിൽ. ഈ പിന്നാക്ക വിഭാഗക്കാരെ സംബന്ധിച്ചും അല്ലെങ്കിൽ ദളിത് വിഭാഗക്കാരെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഉള്ള വിഷയം അതാണ്. അവർക്ക് നോളജ് ഷെയർ ചെയ്യപ്പെടുന്നില്ല, അവർക്ക് തന്നെ അധികാരം ഷെയർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണല്ലോ ഒരു പ്രധാനപ്പെട്ട അധികാരം. ഒരിക്കലും നോളജ് അവർ ഷെയർ ചെയ്യില്ല. അത് PAV ശർമ്മ എന്ന് പറഞ്ഞിട്ട് ആളാണ്. അയാൾ കിഴക്കമ്പലം ടെക്സ്റ്റൈൽസിലൊക്കെ ഉണ്ടായിരുന്നു, ടെക്നീഷ്യൻ മാനേജറായിരുന്നു. അപ്പോൾ കിഴക്കമ്പലം, പിന്നെ അവിടെ തന്നെ ഒരു മജ്നു കോമത്തിന്റെ ഒരു ചെറിയ ടെക്സ്റ്റൈൽ ഉണ്ടായിരുന്നല്ലോ, CPI-കാരൻ. മജ്നു കോമത്ത് നമ്മുടെ നാട്ടുകാരൻ. അതല്ലേ, അയാൾ വലുതാണ് അല്ലേ? അയാളുടെ CPI-കാരനായിരുന്നു. ഞാൻ അയാൾ വിചാരിച്ച് കൊങ്ങണിയാണ് വിചാരിച്ചത്. ഈഴുവനാണ് അയാള്. ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ്. അന്ന് എനിക്ക് ഇപ്പോഴാണ് നല്ല മനസ്സിലായി. മറ്റേ ഈ കിഴക്കമ്പലത്തിൽ വന്നതായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു മറ്റേ ഈ കോഴിക്കോട് ഇതുപോലെ തന്നെ യൂണിറ്റ് ഉണ്ടായിരുന്നു. കിഴക്കമ്പലം യൂണിറ്റ് കോപ്പറേറ്റീവ് പോലെ ആൾക്കാരുടെ നിന്ന് കാശൊക്കെ മേടിച്ചുണ്ടാക്കിയതാണ്. ഓക്കെ. സാറ് അതിനിടക്ക് ഈ ഇപ്പൊ ഞാൻ അറിയില്ല BSPയുമായിട്ടൊക്കെ പ്രവർത്തിച്ച പോലെ തന്നെ കേരളത്തിലൊരു ബഹുജൻ മൂവ്മെന്റിന് വേണ്ടി നിരവധി പിന്നാക്ക സമുദായ സംഘടനകളുമായിട്ടൊക്കെ ചേർന്നും ഐക്യമുന്നണിയൊക്കെ ഉണ്ടാക്കിയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവും. ഉദാഹരണം പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് പോലും ചേർന്ന് സംവരണ സമുദായ മുന്നണി, പിന്നാക്ക മുന്നണി തുടങ്ങിയുള്ള ആളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അനുഭവങ്ങളൊന്നും. അല്ല, സുധേഷിനറിയാലോ. ഇപ്പം നമ്മൾ ഈ സംവരണ മുന്നണിയിൽ നിന്ന് ഈ ചില ആൾക്കാരുടെ ഈ ചില സമുദായ പേരൊന്നും എടുത്ത് പറയുന്നില്ല മാത്രം, അവരെ നിന്ന് മോചിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇവരെ 2 പേര്, മുസ്ലിംസ് ആൻഡ് ഈഴവ, ഇത് 2 കമ്മ്യൂണിറ്റീസിൽ ഇത് വരണമെന്ന് കരുതിക്കൊണ്ട് നമ്മൾ വെള്ളാപ്പള്ളി പ്രസിഡൻ്റായിട്ടും ഫസൽ ഗഫൂറിനെ സെക്രട്ടറി ആയിട്ടും സംവരണ മുന്നിൽ തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു സമരം നടത്തി. അവസാനം അതിൽ നമ്മൾ വിജയിച്ചു. ഒരു തെരഞ്ഞെടുക്കുന്നതിന് നമ്മൾ വിജയിച്ചില്ലേ, ഒരു മീറ്റിംഗ് വെച്ചിട്ട് മെക്കട വെച്ചിട്ട്. എന്നിട്ട് പക്ഷേ എന്താ കാര്യം, അതിൽ വെള്ളാപ്പള്ളികളെ പറ്റിച്ചു പോയത്. എന്നിട്ട് അതിനുശേഷം അയാൾ ഫസൽ ഗഫൂറിനെ സെക്രട്ടറി ആയിട്ട് ഫസൽ ഗഫൂർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല അയാള്. അത് ശരി, മനസ്സിലായോ? അപ്പൊ ഫസൽ ഗഫൂർ രാജിവെച്ച് പോവുക ചെയ്തേ. എന്നിട്ട് അവർക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ മീറ്റിങ്ങിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തകർത്തത് വെള്ളാപ്പള്ളിയാണ്. പിന്നെ വെള്ളാപ്പള്ളിയുടെ അടുത്ത് ഞാൻ പോകുമ്പോൾ ഇങ്ങനെ എല്ലാവരും എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സവർണ നേതാക്കളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയും ഞാൻ. അപ്പോൾ അങ്ങേരെ എടുത്താൽ പറയാ, ഞാൻ പേര് പറയുന്നില്ല, ആലപ്പുഴ ജില്ലയിലുള്ള ചില പ്രമുഖനായ കോൺഗ്രസ് നേതാക്കളെ തോൽപ്പിക്കേണ്ട സാറേ എന്നൊക്കെ പറയും. തോൽപ്പിക്കണതിന് വിരോധമല്ലായിരുന്നില്ല അന്നേരക്ക്. പക്ഷെ മുസ്ലിംസ് എന്താ പറയണെന്നാ ചോദിക്കുക. എന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയില്ല.
ചിലപ്പോൾ ഈ വെള്ളാപ്പള്ളിയുടെ ഇപ്പം ഈ ഇസ്ലാമോഫോബിക് പ്രസ്താവനകളൊക്കെ കുറേ നാളുകളായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഈ മുസ്ലിങ്ങളോടുള്ള പ്രശ്നം വളരെ അതുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറയുമ്പോഴേ നിങ്ങൾ ചേട്ടാ എന്തത് നിങ്ങളെന്താ നിങ്ങൾ ഇപ്പോൾ എപ്പോഴും അനിയാന്നാ ചേട്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ എപ്പോഴും മുസ്ലിം പ്രോബ്ലം പറയണേന്ന് ചോദിക്കാൻ എന്നോട്. അത് ശരിയാണ്. ഞാൻ ഫോൺ ചെയ്യാറുണ്ട് അയാൾക്ക്, മഴ പിടിച്ച എടുക്കാറുണ്ട്. എന്താണ് നിങ്ങളെപ്പോഴും ഇങ്ങനെ മുസ്ലിം പ്രോബ്ലം അല്ലെ മുസ്ലിം മുസ്ലിം എന്ന് പറയണെന്നൊക്കെ പറയാനോട് ചോദിച്ചു. അയാൾ മനസ്സിലായി ഹോപ്പ്ലെസ് ആണെന്ന് മനസ്സിലായി. അല്ല തുടക്കത്തിൽ വെള്ളാപ്പള്ളി അല്ല അത് നിങ്ങൾക്കറിയാലോ അന്ന് എത്ര പാടുപെട്ടിട്ടാണ് ഇങ്ങനെ പ്രസിഡന്റ് ആക്കിയത്. മറ്റേ വെള്ളാപ്പള്ളി പ്രസിഡന്റും ദിനകരനൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചു. എനിക്കറിയുന്ന അത്ര എന്തൊക്കെ പറഞ്ഞാലും അയാളൊന്ന് അലീനേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കുടുംബ ചെട്ടിയാരെ അലീനേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എന്നിട്ട് അവസാനം കുറേ കഴിഞ്ഞപ്പോൾ തന്നെ എന്നിട്ട് MES ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് പഴയ ആൾക്കാരെ തന്നെ സംഘടന ഇപ്പോൾ ഡിഫക്റ്റ് അല്ലേ പറച്ചിൽ. അല്ല അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സംഘപരിവാറിന്റെ ഒരു രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന്റെ ഒരു ആശയ സ്വാധീനം കേരളത്തിലെ ഏതാണ്ട് എല്ലാ പിന്നാക്ക സമയത്തിന്റെ പ്രോബ്ലം ഈ ടെമ്പിൾ സെൻട്രിക് ആണ് അവര്. അതെ അതെ. പിന്നെ 33 കോടി ദേവീദേവന്മാരല്ലേ. അതെ 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 അതെ. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കൽ എളുപ്പമാണ്. പക്ഷേ ഈ ദേവീദേവന്മാർക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ എടുത്താൽ നിങ്ങൾ പറയുന്നതും കറക്റ്റാണ്. ഈ ഇസ്ലാം ഫോബിയ എന്ന് പറഞ്ഞ ഫിനോമിനൻ നമ്മളൊക്കെ ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ചത് വീട്ടിരാശാറാണ്. അത് പക്ഷേ അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ അത് എങ്ങനെ ഹൗ ടു ഫൈറ്റ് ഇറ്റ് എന്നുള്ളതൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ OBC സമുദായങ്ങളുടെ ഈ സ്വാധീനം ഭയങ്കരമാണ്. ഈ ഇതുണ്ടല്ലോ ഈ 33 കോടി ദേവന്മാരുടെ സ്വാധീനം. അത് ഗുരുദേവനും കുറച്ച് അതിൽ ഈ സവർണ അതിൽ ഇവരെ എന്നിട്ട് സവർണവൽക്കരിച്ചല്ലോ. മറ്റേ ആരും അങ്ങനെ പ്രതിഷ്ഠ നടത്തിയത് കണ്ണാടി പ്രതിഷ്ഠയുണ്ട്, മുദ്രാവാക്യമൊക്കെ ഉണ്ടെങ്കിലും അത് ജനങ്ങളിലെത്തിയതൊരു ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് അത് തന്നെയാണല്ലേ അത്. അല്ല അത് ഇപ്പൊ ഗുരുദേവന്റെ ശിഷ്യന്മാരെന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ന് അതിന്റെ ഒരു അനുയായികൾ എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം പേരും അദ്ദേഹത്തിന് ഒരു ഹിന്ദുത്വത്തിന്റെ വാഹകനായിട്ട് കൊണ്ടുനടക്കാൻ കൺഫ്യൂഷൻ. അത് തന്നെ മോഹൻ ഗോപാൽ സാറിന്റെ പറയാറുണ്ടാവും. നടരാജ ഗുരു ഈസ് കൺഫ്യൂസ്ഡ്, നിത്യചൈതന്യ ഈസ് കൺഫ്യൂസ്ഡ്. അതുപോലെ തന്നെ ഇപ്പൊ മുനി നാരായണ പ്രസാദ് ഉണ്ടല്ലോ, ഹീസ് ഓൾസോ കൺഫ്യൂസ്ഡ്. അതെ. ആകെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിലുള്ളത് സ്വാമി ശാശ്വതികാനന്ദയാണ്. ശാശ്വതികാനന്ദയാണ് വ്യത്യസ്തമായിട്ട് ഗുരുവിന്റെ ഒരു. അതേ സമയത്ത് അങ്ങനെ ആദ്യകാലത്ത് കുറച്ചൊക്കെ ഇവരുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഓക്കെ. അല്ല എങ്കിൽ പോലും പുള്ളി ശക്തമായ രീതിയിൽ സംഘപരിവാറിന്റെ കടന്നുകയറ്റത്തിന് ശിവഗിരിയിലെ തടഞ്ഞിട്ടുള്ള സ്വാമി. അല്ല പിന്നെ പ്രകാശാനന്ദയുടെ ഗ്രൂപ്പിനെ തകർത്തൂലോ. അതെ അതെ അതെ. അല്ലെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈഴവ സമുദായത്തിന്റെ പ്രധാനപ്പെട്ട സംഘടനകൾ ഇപ്പോൾ SNDP യോഗമായിക്കായാലും ശിവഗിരി മഠമായി കഴിഞ്ഞാലും പലപ്പോഴും ഈഴവ സമുദായത്തിന്റെ അവകാശങ്ങളെ കുറിച്ചൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം തന്നെ സച്ചിദാനന്ദ സ്വാമി മന്ത്രിമാരെയൊക്കെ നിശ്ചയിക്കുന്ന കാര്യത്തിലൊക്കെ ഈഴവ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം കിട്ടണം എന്ന രീതിയിൽ പറയാറുണ്ട്. വെള്ളാപ്പള്ളി നടേശനും ഈഴവ സമുദായത്തിന്റെ അവകാശങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. പക്ഷേ ഈ പറയുന്നതോടൊപ്പം തന്നെ ഇവർ പലപ്പോഴും ഇവരുടെ പ്രസ്താവനകൾ ഒരു ഇസ്ലാമോഫോബിക് പ്രസ്താവനകൾ വരുന്നുണ്ട്. മുസ്ലിങ്ങൾ ഒരു ശത്രു പക്ഷത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചാരണം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒരു പ്രചാരണം നൽകുന്നുണ്ട്. അതെന്താ കാരണം വെച്ചാൽ അങ്ങനെ നൽകാത്ത ഒരു സംഘടന എനിക്ക് തോന്നുന്നത് എഴുത്തച്ഛൻ സമാജമാണ്. വേറെ ഏതെങ്കിലും സംഘടന മറ്റുള്ളവർ ഇവരെ പോലെ പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു മുസ്ലിം ഒരു ഫ്രറ്റേണിറ്റി പുലർത്തുന്ന കാര്യത്തിൽ പല പിന്നാക്ക സമുദായ സംഘടനകളും പുറകിലാണ്. ഫ്രറ്റേണിറ്റി പുലർത്തുന്ന കാര്യത്തിൽ ആ ഫ്രറ്റേണിറ്റി വാസ്തവത്തിൽ എഴുത്തച്ഛൻ സമാജത്തിന്റെ പോലെ ഒരു മറ്റേതെങ്കിലും ഒരു പിന്നാക്ക സമുദായ സംഘടന മുസ്ലിങ്ങളുടെ ഒരു ഫ്രറ്റേണിറ്റി അതേമാതിരി പുലർത്തുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ശത്രുതാപരമായി സംസാരിക്കുന്നത് ഈ SNDP യോഗവും അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന്റെ സംഘടനകളോട് ഏറ്റവും ശത്രുതാപരമായ രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കാണുന്നത്. അല്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ സാറൊക്കെ രംഗത്ത് വന്ന് പ്രവർത്തിക്കുന്ന വെച്ചാൽ കേരളത്തിലെ ഒരു ദളിത് ബഹുജന രാഷ്ട്രീയത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടാണല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഉയർച്ച മുന്നിൽ കണ്ടുകൊണ്ടല്ലോ. പക്ഷെ അതിനൊരു മുഖ്യമായ തടസ്സം നിൽക്കുന്നത് വാസ്തവത്തിൽ പ്രധാനപ്പെട്ട ചില സമുദായങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളുമായിട്ടൊരു ശത്രുത നടത്തിക്കൊണ്ട് ഒരു ദളിത് ബഹുജൻ ഐക്യത്തിൻ്റെ അല്ലെങ്കിൽ ദളിത് ബഹുജൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു സാധ്യത കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അല്ല അതല്ല, നിങ്ങൾ ഇപ്പോൾ പറയാം നിങ്ങൾ തന്നെ ശക്തമായിട്ട് ഈ എന്താ പറയുക മുഖ്യധാരാ നിലപാടുകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അതിൽ തന്നെ സ്വാധീനമുണ്ട്. ഇതിൽ മാറ്റമില്ലാത്ത മാറ്റമാണ്. അതെ, ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ്. അതെങ്ങനെയും മാറ്റം വരുന്നേ, അതൊക്കെ ഏത് സമയത്തല്ലേ എപ്പോഴാണ് വരണേന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ തന്നെ ഒരു എക്സാമ്പിളാണ്. അത് എടവനക്കാട് എന്ന് പറഞ്ഞത് പഴയ കൊച്ചിയാണ് ഒന്നാമത് അല്ലേ, പഴയ കൊച്ചി. അതെ അതെ, അത് മാറ്റം വരും. പിന്നെ സഹോദരൻ അയ്യപ്പൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു ചിന്താധാര ഉണ്ട് നിങ്ങളിലൊക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ തെളിവാണ്. ഈ സംഘടനയും ഈ സ്റ്റുഡിയോ തന്നെ അതിൻ്റെ തെളിവാണ്. അതെ അതെ അതെ. അങ്ങനെ റിഡക്ഷനിസം എന്ന് പറയും. ഈ റിഡക്ഷനിസം എനിക്ക് താല്പര്യമുള്ള സാധനമാണ്. ഞാൻ പിന്നെ കെമിസ്ട്രി പഠിച്ചിട്ടേ എനിക്ക് ഈ
ഇപ്പൊ ഒളിഗാർക്കി എന്നുള്ള പദം ഉണ്ടല്ലോ, അത് ഓർഗാനിക് കെമിസ്ട്രി ആയതുകൊണ്ടാണ് ഇപ്പൊ മോഹൻ ഗോപാൽ എപ്പോഴും പറയാറില്ലേ ഓർഗാനിക് കെമിസ്ട്രി, മോണാർക്കി, ഡയാർക്കി, ഒളിഗാർക്കി. ആ പദം വിജയകുമാറെ പറഞ്ഞതൊക്കെ പറയാറുണ്ടല്ലോ. അത് കെമിസ്ട്രി പഠിച്ചിട്ടാണ്, ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടാണ്. ഓർഗാനിക് കെമിസ്ട്രി ആണ് നമ്മുടെ ഫേവറേറ്റ് സബ്ജക്ട്. ഇന്ത്യയിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഒന്നും ഇല്ല. ഇന്ത്യയിൽ ബ്രാഹ്മണിസം, ഇപ്പൊ ഇന്ത്യയിൽ എന്റർപ്രന്യൂറിയൽ കൾച്ചറില്ലല്ലോ. ഇപ്പൊ നമ്മുടെ ആൾക്കാർ എന്റെയൊക്കെ അത് മോഹൻ ഗോപാൽ നല്ല സൂചിപ്പിച്ചപ്പോ അദ്ദേഹം അന്ന് പിന്മാറിയിട്ട് പറയാം, നമ്മൾ വികസനം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണമെന്നുള്ളത്, വി ഗീവ് പവർ ടു അവർ പീപ്പിൾ. നിങ്ങൾക്ക് അധികാരം കൊടുക്കൂ, വികസനം അവർ തന്നെ കൊടുന്നോളൂ. അപ്പം അങ്ങനെയല്ലേ എല്ലാ കൺഫ്യൂഷൻ സൊസൈറ്റിയിലും അവർക്ക് അധികാരം കിട്ടി, ജനങ്ങൾക്ക് അധികാരമുണ്ട്. പൊളിറ്റിക്കൽ റൈറ്റ് അല്ല പ്രധാനം, സോഷ്യൽ റൈറ്റ് ആണ് പ്രധാനം. അതാണ്. അപ്പൊ ഈ അധികാരം എന്ന് പറഞ്ഞാൽ സമുദായങ്ങൾക്ക് അധികാരം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഇതാണ്, ഒരു ഇതാണ് യൂണിയൻ ഓഫ് കമ്മ്യൂണിറ്റീസ്. അതെ അതെ. അപ്പൊ പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സമുദായങ്ങൾക്ക് അധികാരം എന്നുള്ള ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുമ്പോൾ അത് വളരെയധികം അധിക്ഷേപിക്കപ്പെടുകയാണ്. അതൊരു ജാതി രാഷ്ട്രീയം മുന്നോട്ട് വെക്കുമ്പോൾ ഒരു ഇതല്ലേ, സവർണ ടാക്ടീസ് അല്ലേ. അതെ അതെ. പിന്നെ അവരുടെ മീഡിയ, അതുകൊണ്ട് തന്നെ പൊതുവിൽ നമ്മളെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വലിയ ആക്ഷേപങ്ങൾ നേരിടുന്ന ഒരു കാര്യം ഇഗ്നോർ ചെയ്യാന്നേ. എതിർപ്പ് വലിയ ഒരു കാര്യം നടക്കും. അതിന്റെ അർത്ഥം തന്നെ, എതിർപ്പുള്ളതിന്റെ അർത്ഥം തന്നെ ഇത് നമ്മൾ പറഞ്ഞത് വാലിഡ് ആണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതൊക്കെ ടേക്കപ്പ് ചെയ്ത ആൾക്കാർ വൺ ഡേ ഓർ അതർ കമ്പം. അല്ല, വളരെ വർഷങ്ങളായിട്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ ദളിത് ബഹുജൻ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ ഒരു അവർണപക്ഷ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് പോലും പലപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ആളുകൾ ഏതെല്ലാം സമുദായങ്ങളിൽപ്പെട്ട ആളുകളാണെന്നുള്ള ധാരണ ഭൂരിപക്ഷത്തിനുമില്ല. അത് ഉള്ള അപൂർവങ്ങളിൽ അപൂർവം വ്യക്തിയാണ് സാറ്. സാറ് എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതെനിക്കൊരു സോഷ്യോളജിയോടും ഹിസ്റ്ററിയോടും ഇന്ത്യൻ സമൂഹത്തിനോടുള്ള ജാതി, ഞാൻ പറഞ്ഞില്ലേ 8ാം ക്ലാസ്സിൽ മനസ്സിലായതാണ്. 8ാം ക്ലാസ്സിൽ മനസ്സിലായപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ജാതിയെക്കുറിച്ച് പഠിക്കാനും അതിപ്പോൾ ഒരു പൊതുവെ എഴുത്തച്ഛന്മാരിലൊന്നും കാണാത്തൊരു കാര്യമാണ്. എൻ്റെ പിതാവ് തൊട്ട് അവർക്കൊന്നും ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ ജാതി ഇപ്പൊ എനിക്ക് അതൊരു രസമാണ്, മനസ്സിലായോ? ജാതിയെക്കുറിച്ച് പഠിക്കുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ ഊബർ സഞ്ചരിക്കാൻ കാരണം ഊബർ ഡ്രൈവർമാർ വിവിധ ഭാഗത്ത് നിന്ന് വരുന്നവരാണ്. അപ്പൊ അവര് മനസ്സിലാക്കിയിട്ട് അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അവരെ ജാതി പഠിക്കും, അവരെ സമൂഹത്തിന്റെ ജാതി പഠിക്കും. നിങ്ങളുടെ കമ്മ്യൂണിറ്റി എത്ര പേരുണ്ട് ചോദിക്കും. ഒന്ന് വെള്ളാള ഇതാണ് വന്നത്, പൊൻകുന്നതായിരുന്നു, എത്ര പേരുണ്ട്, അവരെന്താണ് ജോലി, മുസ്ലിംസിന്റെ അവസ്ഥ എന്താണ്, അതൊക്കെ പഠിക്കാനായിട്ട് അങ്ങനെയാണ് പഠിക്കുന്നത്. ബൈ ലേണിംഗ് ബൈ പ്രാക്ടീസ് അല്ല, ലേണിംഗ് ബൈ പ്രാക്ടീസ്. പിന്നെ അത് കിട്ടാവുന്ന പുസ്തകങ്ങൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അംബേദ്കർ ലിറ്ററേച്ചർ കിട്ടിയില്ലായിരുന്നില്ല ഒന്നും. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു വാങ്ങാനായിട്ട്. എന്നിട്ട് അവസാനം കെ വേണുവിന്റെ ചില ലൈഫ് ലെറ്ററാണ് എനിക്ക് കിട്ടിയത്. അത് കിട്ടാൻ തന്നെ അയാളുടെ അടുത്ത് പോകേണ്ടി വന്നു. അന്തിക്കാടായിരുന്നു ആദ്യം പോയിട്ടാണ് ഞാൻ എനിക്ക് കിട്ടിയത്. പിന്നെ പുസ്തകം കിട്ടിയല്ലോ. പിന്നെ പ്രഭാകരനും എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. പ്രഭാകരനും പുസ്തകങ്ങൾ കാണുകയും അങ്ങനെ വി പ്രഭാകരൻ വീട്ടി നായ്ച്ചകറായിട്ടുള്ള കോണ്ടാക്ട് ശക്തിപ്പെടുത്തുന്നതിൽ പ്രഭാകരനും വലിയ പങ്കുണ്ട്. പ്രഭാകരനും ഒരു ഇതാണ്, ഒരു എന്താ പറയണത്, ഒരു ഫ്രണ്ട് ലൈൻ മാർക്കർ എന്ന് പറയാം, മുൻ ഇതാണ്, പയനീറാണ്. അപ്പൊ അത് സ്കൂളിങ് നന്നാവണം. പിന്നെ അത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലാംഗ്വേജ് അല്ലേ, അത് നമ്മളൊരു ഫോറിൻ ലാംഗ്വേജ് അല്ല, ഇറ്റ് ഈസ് അവർ ലാംഗ്വേജ്. അതെ. അല്ല, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ വിദ്യാഭ്യാസം ചെയ്യണം എന്നുള്ളൊരു. അതിലൊക്കെ ഞാൻ ആദ്യം തന്നെ എഴുത്ത് സമാജമായിരിക്കും ഇത് ഇംഗ്ലീഷ് മീഡിയം ഇതിൽ വേണം. നല്ലത് പിണറായിയുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അല്ല, സാറ് പിണറായിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സാർ മറ്റേ നവോത്ഥാന സമിതിയിൽ മെമ്പർ ആയിരുന്നല്ല, അവിടുത്തെ അനുഭവങ്ങളും കൂടി പറയാം. അതെന്ന് പറഞ്ഞാൽ പിണറായി നമ്മൾ പറഞ്ഞ് കേൾക്കും, ഞാൻ ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ബർത്ത് റൈറ്റ് ആണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒരു ലോ കോളേജിന്റെ കോളേജിന്റെ കെട്ടിടത്തിന് വേണ്ടി ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നിരുന്നു. അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എഴുത്തച്ഛന്മാരെ മാത്രമല്ല, ഈ സമൂഹത്തിലെ ഏറ്റവും താഴ്ത്തിട്ടുള്ള ആൾക്കാർക്ക് ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം. അതൊരു സർക്കാരിന്റെ ചുമതലയാണ്. അത് കൊടുക്കാത്ത സർക്കാരുകളെ നമ്മൾ ഇവിടെ ഭരിക്കാൻ അനുവദിക്കില്ല എന്നതാണ് പ്രഖ്യാപിത ലക്ഷ്യം എന്ന് കൂടി പറഞ്ഞു. അപ്പൊ സാഗൂതം കേട്ടു അത്. അപ്പൊ എന്നെ ഞാൻ പ്രസംഗിക്കുമ്പോ ഇവർക്കൊക്കെ ഭയമുണ്ട്. ഈ മറ്റേ കെ ബാബു MLA അവര് കുറെ ആൾക്കാർക്ക് അപ്പൊ എന്നെ തടസ്സപ്പെടുത്താൻ നോക്ക്. അല്ല, അങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അതല്ലെങ്കിലും പിണറായി ഞാൻ പറഞ്ഞ കേൾക്കാറുണ്ട്, കേൾക്കല് മാത്രമേ ഉള്ളൂ. അല്ല, ഗ്ലോബലി കോമ്പറ്റീറ്റീവ് എന്നിട്ട് അത് മാത്രമല്ല, അറ്റ് പാർ വിത്ത് ഐവി ലീഗ് കോളേജസ്, മറ്റേ എന്താണ് മറ്റേ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, മസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അവിടെയുള്ള എഡ്യൂക്കേഷൻ. അല്ലാണ്ട് ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും അല്ല വേണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്ന സ്ഥലം US ആണ്. US-ന്റെ സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനപര കാരണം അവരുടെ ഈ ഐവി ലീഗ് കോളേജസ് ആണ്. അല്ല, സാറ് എന്നെ ഇടക്ക് പറഞ്ഞില്ല, ഞാനത് പോയിണ്ടായിരുന്നു. ഞാൻ US പോയപ്പോ ഈ കോളേജൊക്കെ കണ്ടുട്ടോ.
അന്ന് കയറി നമ്മുടെ മനസ്സിൽ ഇതൊക്കെ. അല്ല സാറ് പറഞ്ഞല്ല കോൺഗ്രസിൽ നിന്ന് വിട്ട് പിന്നെ കുറച്ച് കാലം ഒരു ഇടതുപക്ഷ ഇതിലേക്ക് പോയല്ല സാറ്, ഇടതുപക്ഷ ലൈനിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. ഇടതുപക്ഷ ലൈനിൽ പോയല്ലോ. ഈ അനുഭവം എന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, ഗാന്ധി നെഹ്റു ഫ്രെയിം വർക്ക് മാറിയിട്ട് ഞാൻ ഇടതുപക്ഷ ഒരുക്കിയത് കുറച്ച് CPI പക്ഷപാതം. അപ്പൊ അടിയന്തരാവസ്ഥ വന്നപ്പോ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തു. അതിന്റെ കാരണം ഇതല്ല, കോൺഗ്രസ് ആയതുകൊണ്ടല്ല. അതായത് ഡിക്റ്റേറ്റർഷിപ്പ് പ്രോളറ്റേറിയറ്റ് അടിച്ചമർത്തണം. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ദിരാഗാന്ധി അടിച്ചമർത്തിക്കോട്ടെ, എന്നിട്ട് നമ്മുടെ ഈ സോഷ്യലിസ്റ്റ് നയങ്ങൾ നടപ്പാക്കിയാൽ മതി എന്നുള്ള അഭിപ്രായമാണ്. അപ്പോഴാണ് മോഹൻ വന്നിട്ട് ഐ ആം നീദർ ലെഫ്റ്റ് നോ റൈറ്റ് എന്ന് പറഞ്ഞ ഇന്റർവ്യൂ കൊടുക്കണേ സഞ്ജയ് ഗാന്ധി വന്നിട്ട്. അപ്പൊ ഈ ഇത് പശുക്കണമെന്ന് മനസ്സിലായി. അത് ഡിക്റ്റേറ്റർ പ്രോളറ്റേറിയറ്റ് പശുക്കണമെന്ന് എനിക്ക് അടിയന്തരാവസ്ഥ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ അതൊന്ന് വിട്ടു. പിന്നെ നമുക്ക് ഈ ഇത് സോഷ്യൽ ഡെമോക്രസിയാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ അപ്പോഴേക്കും മണ്ഡൽ വന്നപ്പോഴാണ് അത് ചേഞ്ച് ചെയ്തത്. മണ്ഡൽ വന്നപ്പോൾ നമ്മൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ല, യൂണിയൻ ഓഫ് കമ്മ്യൂണിറ്റീസിനായി നമ്മൾ. അങ്ങനെ ഞാൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിലെനിക്ക് രാമന്റെ ഒരു പ്രയോഗമുണ്ട്. അല്ല, ഈ ഒരു അംബേദ്കർ സാഹിബ് അംബേദ്കറുടെ തന്നെ മറ്റേ കൺസിസ്റ്റൻസി ഈസ് ദി വെർച്യു ഓഫ് എൻ ആസ്. കൺസിസ്റ്റന്റ് ആയിട്ട് പറയുന്നത് കഴുതകളാണ്. അല്ല, അത് പൊതുവിൽ നമ്മുടെ ഒരു ദളിത് ബഹുജൻ വോട്ടർമാരെ സംബന്ധിച്ച് പൊതുവിൽ പറയുന്ന ഒരു കാര്യമാണല്ലോ. അവര് ഇപ്പം എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ അപ്പൂപ്പൻ കോൺഗ്രസ് ആയിരുന്നു, അപ്പൂപ്പൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പറഞ്ഞ് തുടർച്ചയായിട്ട് ഇങ്ങനെ വോട്ട് ചെയ്തു പോകുന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടില്ല. ഞാൻ തന്നെ ആദ്യം പറഞ്ഞിരുന്നു ഐ ബിലോങ് ടു കോൺഗ്രസ് ഫാമിലി. പിന്നെ മനസ്സിലായി അതൊരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുണ്ട്. അവിടെ ഒരു എഞ്ചിനീയർ ഉണ്ട്. എഞ്ചിനീയർ കുറച്ച് കമ്മ്യൂണിസ്റ്റായിരുന്നു, ലെഫ്റ്റായിരുന്നു, നല്ല കമ്മ്യൂണിസ്റ്റാണ്. പിന്നെ അങ്ങനെ മകൻ ഡോക്ടറാണ്, അങ്ങേരും കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് വലിയ മീറ്റിംഗാണ്. അവർ മീറ്റിങ്ങിൽ പറഞ്ഞു, നിങ്ങൾ ഈ ഫിഗറേറ്റീവ് കൾച്ചർ ഉണ്ടല്ലോ അത് ഉപേക്ഷിക്കണം. മനസ്സിലായോ? ഫിഗറേറ്റീവ് കൾച്ചർ 25 വയസ്സ് വരെ ആവാം, നമുക്ക് ഡിസിപ്ലിൻ ഡ്യൂട്ടിയൊക്കെ കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ പോസ്റ്റ് ഫിഗറേറ്റീവ് സമൂഹമായിട്ട് നിന്ന് കാര്യങ്ങൾ പഠിക്കണം എന്ന്. അല്ല, അതിൽ സാറ് എന്നോട് സ്വകാര്യ സംഭാഷണത്തിൽ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങളാണ് അങ്ങനെ ആ രീതിയിൽ വോട്ടവകാശം മാറ്റി ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മറ്റ് OBCകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വോട്ടവകാശം ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളാണെന്നുള്ള അതുണ്ടല്ലോ. അവരൊരു എൻലൈറ്റൻ കമ്മ്യൂണിറ്റിയാണ്, താങ്ക്സ് ടു മലബാർ റെബല്യൻ. അതായത് എൻ്റെ നോട്ടത്തിൽ മലബാർ റെബല്യൻ ഫ്രഞ്ച് റെവല്യൂഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണ്. 1921. അതിൻ്റെ കാരണം വെച്ചാൽ അതിൻ്റെ ലീഡർഷിപ്പ് എന്താണെന്ന് അറിയോ? ഈ മുസ്ലിം ഈ 1921 എൻ്റെ മുസ്ലിം പെസൻറ്റ് റവല്യൂഷനാണത്. പെസൻറ്റ് പിന്നെ ആൻറ്റി കാസ്റ്റാണ്, ആൻറ്റി ഫ്യൂഡലാണ്, ആൻറ്റി ഇമ്പീരിയലിസ്റ്റാണ്, എല്ലാമാണ് ഓൾ എൻഗ്രോസ്ഡ് ഇൻ വൺ. അതിൻ്റെ ലീഡർഷിപ്പ് മുഴുവൻ മുസ്ലിം ക്ലർജി അല്ല, മുസ്ലിം ക്ലർജി എന്ന് പറയുന്ന ആൾക്കാരെ തന്നെയാണ്, പണ്ഡിതന്മാരാണ്. അലി മുസ്ലിയാർ, മമ്പ്രം തങ്ങൾ, അതുപോലെ തന്നെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാജി. അതുകൊണ്ടാണ് ഇവൻ ഈ മറ്റേ ഇപ്പോഴും ലീഗിൽ ഒരു ക്ലർജി ലീഡർഷിപ്പ് വരുന്നത് പാണക്കാട് തങ്ങളൊക്കെ പറയാൻ. അതാണ് അത് EMS എന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. നമ്മൾ ശത്രുവിൻ്റെ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പ്രയോഗം ഉണ്ടല്ലോ, കേരളത്തിലെ ഇസ്ലാമോബിയുടെ ആചാര്യൻ EMS സംഭവിപ്പാളാണ്. അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം ഞാനിത് ഈ EWS ഒക്കെ പറഞ്ഞപ്പോൾ അല്ല EMSനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു EWS ശരിയല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ മീറ്റിങ്ങിൽ, നവോത്ഥാനത്തിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞപ്പോൾ അത് പറഞ്ഞാണെന്ന് പറഞ്ഞേ. അതാണ് ഞാൻ പറഞ്ഞത്, ഉരുക്ക് ചെമ്പ് മുതലായ നേതാക്കളാണ് അവർ നയിക്കുന്നത്, പിന്നെ അവർ നേരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ EMS പറഞ്ഞ അങ്ങനെ പറഞ്ഞ ഉരുക്ക് ചെമ്പ് ഈ നേതാക്കളുടെ നേതൃത്വം ഉപേക്ഷിക്കണം എന്ന് പറയും. അല്ല, എങ്കിൽ പോലും നമ്മൾ പലപ്പോഴും ഇപ്പോൾ MLA-മാരുടെ ഒക്കെ കണക്കുകളെടുത്തപ്പോഴേ, ഞാൻ കഴിഞ്ഞ 2 വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊക്കെ കണക്കെടുത്തപ്പോൾ പൊതുവെ ഇടതുപക്ഷത്തു നിന്നാണ് കൂടുതൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട MLA-മാരൊക്കെ തെരഞ്ഞെടുക്കപ്പെടുന്നത് കാണുന്നത്. കേരളത്തിലെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി കുന്തക്കാരൻ പത്രോസാണ്. അതിൽ കിട്ടണപ്പിള്ളയ്ക്കും EMSനും ഒന്നൊരു റോളും ഇല്ല. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ KR ഗൗരിയമ്മ, വയലാർ സ്റ്റാലിൻ, കുന്നക്കാരൻ പത്രോസിനുണ്ടെന്നാണ്. പക്ഷേ അപ്പോൾ പോലും അങ്ങനെ പ്രാതിനിധ്യമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ പോലും ആ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോഴും ഈ പിന്നാക്ക സമുദായങ്ങൾക്ക് അനുകൂലമായ നയങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ പിന്നണിയിലാണ്. അത് വളരെ പിന്നിലല്ലേ. ഞാൻ ആദ്യം പിണറായി ഗവൺമെൻറ് വന്നപ്പോഴേ
ഇവർ വന്നിട്ട് ഓരോരു ജാഥ നടത്തുമല്ലോ, ഒരു ജാഥ നടത്തും. ജാഥ നടത്തുമ്പോൾ ഞങ്ങൾ തൃശ്ശൂർ വന്നപ്പോൾ ഞാനും സുരേഷും ഒക്കെ കൂടി കുറേ ആൾക്കാർക്ക് പോയിട്ട് ഈ രാമനിലയത്തിൽ പോയി അവർക്ക് പോയി സംസാരിച്ചു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഈ പാർട്ടിയുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് പാർട്ടി ഈസ് പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയൊക്കെ കൂടിയിട്ടുണ്ടാക്കിയ ഒരു സാമൂഹ്യമായ നവോത്ഥാനത്തിലുണ്ടായ സാമൂഹ്യ വിപ്ലവത്തിലുണ്ടായ പാർട്ടിയാണ്. പിന്നെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പാർട്ടി ബാക്ക്വേർഡ്സ് ലെഡ് ബൈ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അപ്പം പിണറായിക്ക് ഇഷ്ടമായില്ലേ അത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാറേ ഇതൊക്കെ ഞാൻ പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല ചോദിച്ചു ഞാൻ. അപ്പം അയാൾ പറയല്ലേ നിങ്ങളുടെ നാവിൽ ഗുളികനാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അപ്പം എനിക്ക് ഇഷ്ടമായില്ല. മാത്രമല്ല അതിലിവിടുത്തെ ലോക്കൽ ചില ആൾക്കാർക്ക് കൂടുതൽ വിഷമമായത്. ചിലവർ എന്നോട് ശത്രുതയാക്കി. ഞങ്ങളുടെ സംഘടന തന്നെ മൈൻഡ് ചെയ്തില്ല. അത് ശരി. അവരെ ഏറ്റവും ദിവസം സഹായിച്ച സംഘടന തന്നെ മൈൻഡ് ചെയ്തില്ല. ഞാൻ പറയില്ല മാത്രം. അല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സമകാലിക ഞാനൊരാളെ പ്രൊവോക്ക് ചെയ്യും. ആദ്യം എൻ്റെ ഒരു ടെക്നിക്കാണ്. വലിയൊരാളായിട്ട് കുഴപ്പമുണ്ടാവണേ ആദ്യം ഒന്ന് പ്രൊവോക്ക് ചെയ്യും. അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്യോടെ. പിന്നെ അവസരം കിട്ടുമ്പോൾ നല്ലൊരു ലിഫ്റ്റിംഗ് അപ്പേർഡ്സ് എന്ന് പറയും, കിക്കിംഗ് അപ്പേർഡ്സ് എന്ന് പറയും. കിക്കിംഗ് അപ്പേർഡ്സ് അല്ല, നല്ലൊരു അപ്ഡേറ്റ് കൊടുക്കും. അപ്പൊ അവരതിൽ വീഴും. അല്ല നമ്മളിപ്പോ അതിനെ എൻ്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, മനസ്സിലായി, സാമൂഹികമായിട്ടുള്ള ഒരു പുരോഗതിക്ക് വേണ്ടി മാത്രം. സമകാലിക ഇപ്പോഴത്തെ പുതിയ ഇടതുപക്ഷന്മാർക്ക് പുതിയ ഗവൺമെന്റ് വന്നിട്ടില്ല. ഇപ്പൊ സമകാലിക ഗവൺമെന്റ് വി സതീശൻ ഗവൺമെന്റിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊരു നായർ നസ്രാണി തന്നെയാണ്. പിന്നെ അത് കാലഘട്ടത്തിന്റെ മാറ്റങ്ങളുണ്ടല്ലോ. അപ്പൊ അതിപ്പോ നിങ്ങളൊക്കെ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലുള്ള സ്വാധീനം, ഇപ്പോൾ MLA-മാരുടെ നമ്പറൊക്കെ നോക്കിയാൽ പൊതുവിൽ നായർ വിഭാഗക്കാർക്കാണ് എപ്പോഴും. അത് കാസ്റ്റ് സെൻസസ് നടത്തി കഴിഞ്ഞാൽ കേരളത്തിൽ മാറ്റം വരുന്നില്ല. നമുക്കൊരു 10 കൊല്ലം കൊണ്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന എൻ്റെ അഭിപ്രായം. അത് ഒളിഗാർക്കി കൺട്രോളാണെങ്കിലും തെലങ്കാനയിൽ എടുത്തു, എന്നിട്ട് അത് മൂടി വയ്ക്കാൻ നോക്കിയില്ലേ. ഇപ്പൊ കർണാടകയിൽ നല്ല ഗവൺമെന്റ് ആയിരുന്നു, നമ്മുടെ സിദ്ധാരാമയ്യ ഗവൺമെന്റ്, അവർ നടത്തി. പക്ഷേ പിന്നെ അത് ക്യാൻസൽ ചെയ്യിപ്പിച്ചില്ലേ. ഇപ്പോൾ എന്തുണ്ടായിന്ന് വെച്ചാൽ ഈ എന്താണ് മറ്റേ ഇപ്പൊ സിദ്ധാരാമയ്യ മാറ്റിയിട്ട് ഒരു ഒളിഗാർക്കി ഗവൺമെന്റാണ്. ഒക്കലിഗ ഒളിഗാർക്കാണ്. അത് ഒളിഗാർക്ക് എന്ന് പറഞ്ഞാൽ ഒക്കലിഗ അതിൽ നല്ലൊരു സെഗ്മെന്റ് ഈ ഒക്കലിഗ ലിംഗായത്തിലും നല്ലൊരു ശതമാനം 40-40% OBC-കളാണ്. ആദ്യകാലത്ത് അവർ ഈ ദേവരാജ അറസ്റ്റാണ് തകർത്തത്. മനസ്സിലായോ? പിന്നെ ഇപ്പൊ രണ്ടാമത് അവർ കൊന്നിച്ചു. അല്ല വേറൊരു കാര്യം കൂടി ചോദിക്കുന്ന വെച്ചാൽ ഈ നമ്മള് പിന്നാക്ക സമുദായപ്പെട്ട നേതാക്കന്മാർ പലപ്പോഴും അവരെ ഈ അഴിമതിയുടെ പേരിലും ചിലപ്പോൾ വല്ല പെണ്ണ് കേസിൻ്റെ ഒക്കെ പേരിലൊക്കെ പെടുത്തി അവരുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുന്ന ഒരു സമ്പ്രദായം പൊതുവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയും. അതിപ്പോൾ ആന്ദുലയുടെ കാര്യം നോക്കിയാലും ലാലു പ്രസാദ് യാദവ് തുടങ്ങി ഇവിടെ നമുക്ക് നീല ലോഹിദാസ് നടന്ന ഒരു ചരിത്രം പരിശോധിച്ചാലൊക്കെ ഇതൊക്കെ കാണാൻ കഴിയുന്നതാണ്. അവരുടെയൊക്കെ രാഷ്ട്രീയ ഭാവി തന്നെ നശിച്ചു പോകുന്നതാണ്. അതിനെതിരെയും പലപ്പോഴും ശക്തമായ നിലപാടെടുക്കുകയും ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ള ആളെ പൊതുവിലെല്ലാവരും അഴിമതിക്കാരെന്ന് ഭരണകൂടവും മാധ്യമങ്ങളും കോടതികളും ഒക്കെ തന്നെ ആക്ഷേപിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനം എടുത്തിട്ടുള്ള ആളാണ് സാർ. അതെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു അദ്ദേഹം ഒരു ബ്രേവ് ലീഡറായിട്ട് അവർക്ക് സറണ്ടർ ചെയ്യാത്ത അതെ അതാണ് ഞാൻ പറയുന്നത്. അതായത് BJP-യുമായി സറണ്ടർ ചെയ്യാതെ നിൽക്കുന്ന ഒരു BJP-യുടെ രാഷ്ട്രീയമായിട്ട് സറണ്ടർ ചെയ്യായും അവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും ശക്തനായ ഒരു പിന്നോക്ക നേതാവാണ് ഇപ്പോഴും അദ്ദേഹമാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കാനായിട്ടും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ അംബേദ്കറൈറ്റ് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുകയും അതുപോലെ തന്നെ ദളിത് ബോയ്സിന്റെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ആണെന്നാണ് ഞാൻ കരുതുന്നത്. അതെ തന്നെയാണ്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യം ദളിത് ബോയ്സിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദളിത് ബോയ്സിലാണ് ഈ ലാലുവിന് അനുകൂലമായിട്ടുള്ള ലേഖനങ്ങളും പോസ്റ്റുകളൊക്കെ വന്നിട്ടുള്ളത്. അക്കാലഘട്ടത്തിൽ മറ്റ് ഒരു പ്രസിദ്ധീകരണത്തിലും ലാലുവിനെ സപ്പോർട്ട് ചെയ്യില്ല. ലാലു ഒരു അഴിമതിക്കാരെന്ന രീതിയിലാണ് ഇവിടുത്തെ പിന്നാക്ക പത്രങ്ങൾ ആകെ വ്യത്യസ്തമായിട്ട് കണ്ടുള്ള കേരളകൗമുദി ആയിരുന്നു. കേരളകൗമുദി ലാലു പ്രസാദ് യാദവിനകത്ത് ശക്തമായി സപ്പോർട്ട് ചെയ്യുമായിരുന്നു, മായാവതിയെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ മാധ്യമം പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. മാധ്യമം പോലും ആ കാലത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കേരളകൗമുദിയും അവരുടെ ദളിത് വോയിസും ഒക്കെ വളരെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മളെ പോലെയുള്ള ഒറ്റപ്പെട്ട വ്യക്തികളാണ് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പണ്ട് ഈ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുകയാണ്. നമുക്ക് വേണ്ടതേ കാൻഷാമൊക്കെ ആദ്യം പറയാറുണ്ട് വി വാണ്ട് കാഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് പറയാം ഈ പറയുന്നൊരു മീഡിയ ഉണ്ടാക്കാനായിട്ട് എഴുത്ത് സമാജത്തിനൊക്കെ ഒരു വിഷമമില്ല. അതിപ്പോൾ 20 ലക്ഷം ചിലവാക്കിയിട്ട് ഇറ്റ്സ് എ പീനട്ട് ആക്ച്വലി അത് ഉണ്ടാക്കുകയാണെങ്കിൽ. പക്ഷെ ഉണ്ടാക്കിയിട്ട് അത് ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വേണ്ടേ. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സുള്ള അതിൽ കൂടുതലില്ല, ഒരാൾ പോലും ഇല്ല.
അതാണ്. അപ്പോൾ അതിൻ്റെ വലിയ പ്രശ്നങ്ങളുണ്ട്. അത് സ്വാഭാവികമാണ്. ഇവിടുത്തെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നു, മീഡിയ കൺട്രോൾ ചെയ്യുന്നു, സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യുന്നു, മുഴുവൻ ഒളിഗാർക്കിയല്ലേ. അപ്പോൾ എളുപ്പമല്ല, എങ്കിലും അത് മതി, വരും, ഇറ്റ് വിൽ കം അപ്പ്. നമ്മളിപ്പോഴും കുറേശ്ശൊക്കെ വരുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ഇത് പറ്റിയില്ലേ? അതെ അതെ അതെ. കുറച്ച് കഴിഞ്ഞാൽ അവിടെയും പറ്റും. ഇപ്പം ഞാനത് സുരേഷിനെ ഇൻസ്പയർ ചെയ്തിട്ട് നടത്താനായിട്ട് നോക്കാം. മനസ്സിലായോ? അത് നമ്മളെ നിരാശപ്പെട്ട കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ അധികം പ്രായമായിട്ടില്ല, നിങ്ങൾക്കൊരു 60 ഉള്ളൂ, ഒരു 10-90 വയസ്സ് വരെ അതൊക്കെ ചെയ്യാം. എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നം, പിന്നെ ഹിയറിങ്ങിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടായത് കുറച്ച്. എന്നാലും അതൊക്കെ വെച്ച് ഞാൻ തന്നെ എത്ര സജീവമായിട്ട് ചെയ്യണേ. അല്ല, സാറിൻ്റെ ഒരു സജീവതയും ഊർജ്ജസ്വലതയും ശുഭാപ്തി വിശ്വാസവും എന്നെ പോലുള്ള ആളുകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. എനിക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും നിരാശയൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ആ നിരാശയൊക്കെ മാറ്റി തീർക്കുന്ന സാറിനെ പോലുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു ദിവസം പോലും നമ്മൾ വിളിക്കാതിരിക്കാറില്ല. സാറിന്റെ ഫോൺ വരാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഒരു വീക്ക്നെസ്. അതെ അതെ. അല്ല, അതൊരു സന്തോഷമുള്ള കാര്യമാണ് സാറിന്റെ ഒരു ഫോൺ വരിക എന്നുള്ളത്. പലപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റാത്ത സമയത്തായിരിക്കും സാറ് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ വിളിക്കും. പോലെ 1-2 ആൾക്കാരോട് സംസാരിച്ചാൽ തന്നെ എൻ്റെ ഒരു റിലീഫാവും. എനിക്ക് റിലീഫാവും. അല്ല, എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ സാറിനെ പോലെയുള്ള ഒരു പോരാളി നിൽക്കുന്നതാണ് വാസ്തവത്തിൽ ഈ മൂവ്മെന്റ്. അല്ല, ഞാൻ പോരാളി എന്നൊന്നും വിളിക്കണ്ട തന്നെ. പോരാളി എന്ന് പറഞ്ഞാൽ ബൗദ്ധിക രംഗത്തുള്ള സാറിന്റെ ഇടപെടലാണ് ഞാൻ പോരാളി നടത്തുന്നത്. സാറ് സംഘടനാ തലത്തിൽ പോരാട്ടം നടത്തുന്ന ആൾ നടത്തുന്നത്. അത് രണ്ടുമുണ്ട്. സംഘടനാ തലത്തിലും ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞാനും എനിക്ക് അത് കൂടുതലാണ് എൻ്റെ ഭാഗത്ത് നിന്ന്. അത് കുറയ്ക്കണതാണ് എൻ്റെ അഭിപ്രായം. 3 കോളേജ് ഉണ്ടാക്കാൻ നോക്കി. പിന്നെ OEC ബെനിഫിറ്റ് വാങ്ങിച്ചെടുത്താലും നല്ല റോൾ ഇടും. അതെ അതെ അതെ. എഴുത്ത് സമുദായത്തിന് മാത്രമല്ല, പൊതുവെ ശിവരാജൻ ഈ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ചെയർമാനായിരിക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് പ്രസക്തമാണ്. അയാൾ എന്നിട്ട് ഇതിൽ ഞങ്ങൾ ഈ പണ്ടത്തെ നമ്മളെ OBCകൾക്ക് ഈ കീമിനൊക്കെ ഉണ്ടല്ലോ, ഈ എഞ്ചിനീയറിംഗ് മെഡിസിനൊക്കെ നമ്മൾ ഈ ഇതുണ്ടായിരുന്നില്ല, മറ്റേ OBC മറ്റേ ഇതിൽ ക്രീമി ലെയർ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. ആകെ എങ്കായിരുന്നു. അത് 2 ലക്ഷമായിരുന്നു കൊണ്ട്. അപ്പം ആർക്കും കിട്ടില്ല. അതേസമയത്ത് ക്രീമി ലെയർ വന്നു കഴിഞ്ഞാൽ മെച്ചമുണ്ടല്ലോ. അതെ, അഗ്രികൾച്ചർ ഇൻകം നോക്കണ്ട, ശമ്പളം നോക്കണ്ട. ഇത് രണ്ടും ആയി കഴിഞ്ഞാൽ കുറെ ആൾക്കാർ രക്ഷപ്പെടും. അതെ അതെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇതൊരു ഹിയറിംഗ് നടത്തി, ആരെ ശിവരാജൻ കമ്മീഷൻ. അപ്പോൾ ഈ മിക്ക സംഘടനകളും പറയണത് എന്താ വെച്ചാൽ, ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഒന്നുമില്ല, ഒരാളും ഇല്ല, ഒരു 10,000 ശമ്പളമുള്ളവർ പോലും വരുമാനമുള്ളവരില്ല. അപ്പം അങ്ങനെ നമുക്ക് 2 ലക്ഷം അത് പോരെ, വരുമാനം ഇല്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ 10-60,000 പേരുണ്ട്, മുഴുവൻ ചെറിയ ജോലിക്കാരാണ്. അവരൊക്കെ നിങ്ങളുടെ ഇതിൽ നെറ്റിൽ പെടും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഞങ്ങൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. ക്രീമി ലെയർ തന്നെ വേണം. അപ്പോൾ ഇവർക്കത് മനസ്സിലായിട്ടില്ല. ഇവരെന്നിട്ട് കമ്മ്യൂണിറ്റിയിൽ ഒന്നുമില്ല എന്ന് പറയണത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ ശിവരാജൻ അതിന് നോക്കി നിൽക്കണ്. അതെ അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു, അയാൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഈ ഇതുണ്ട്, എന്താണ് ക്രീമി ലെയർ എന്ന് പറഞ്ഞത് തന്നെ സവർണ ഭീകരവാദമാണെന്ന് പറഞ്ഞു. അയാളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സാർ അറസ്റ്റ് ചെയ്യും, പൊട്ടത്തല വെച്ചിട്ട് എന്താ കാര്യമില്ല എന്ന് പറഞ്ഞു. ഈ പൊട്ടത്തല വെച്ചിട്ട് നടന്നുകൊണ്ടൊന്നും കാര്യമില്ല സാർ, അറസ്റ്റ് ചെയ്യേ, തൂക്കിക്കൊല്ലേ, ഇത് വലിച്ചു കൊള്ളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊന്നും പറയാനുള്ള ഒരു ഇല്ല. വേറൊരാളുണ്ടായിരുന്നില്ല, പഴയ ചീഫ് സെക്രട്ടറി, 2 ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചീഫ് സെക്രട്ടറി ആയിരുന്ന ആള്, ശാരദാ മുരളീധരനും വേണുവും. വേണു ഇപ്പോൾ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനായിട്ട് ഈ OEC ബെനിഫിറ്റ് നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ OEC അല്ലാത്ത കമ്മ്യൂണിറ്റീസിന് ഞങ്ങളെയുള്ള 30 സമുദായങ്ങളെ നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ട് കമ്മീഷൻ വെച്ചു, ശിവരാജൻ കമ്മീഷൻ. അപ്പോൾ അതിനെതിരായിട്ടാണല്ലോ പിണങ്ങിക്കെടുപ്പ് സമരമൊക്കെ നടത്തിയത്. അപ്പോൾ അയാളെ ചെയ്തത് ബാലൻ മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ്. അയാൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ അയാൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പം ബാലൻ എനിമി നമ്പർ 1 ദളിത് ആൻഡ് OBCs. അത് ശരി. ഞാൻ ഇവിടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതാണ് സാറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞൊരു ഏറ്റവും വലിയൊരു പ്രചോദനം എന്ന് പറഞ്ഞാൽ, സാറിന് എവിടെയും ധീരമായി പറയാനുള്ള മറ്റ് ആളുകൾക്ക് ഇല്ലാത്തൊരു ക്വാളിറ്റി അതാണ്. എവിടെ ചെന്നും ആരുടെ മുഖത്ത് നോക്കിയും ധീരമായി പറയുന്നു എന്നുള്ളതാണ്. പ്രോബ്ലംസ് ആയിക്കോട്ടെ, പ്രോബ്ലംസ് ആയാലും ഞങ്ങൾ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച്, ശരിക്കും ഈ മൂവ്മെന്റിനെ സംബന്ധിച്ച് വലിയ ഒരു സംഭാവനയാണ് സാറിൻ്റെ ഭാഗത്തുനിന്നുള്ള ആ ധീരത. അതെന്തായാലും തുടരട്ടെ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും ചർച്ച ചെയ്യാം. താങ്ക് യു വെരി മച്ച്.